ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന മുഖ്യമന്ത്രിയുമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി എം പി. എടക്കരയിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എം പി. Both the BJP and the LDF government have this in common. They basically work for big corporates. ഇവിടെ LDF ആണെങ്കിലും BJP ആണെങ്കിലും അവർ രണ്ടുപേരുടെയും ഈ സാമ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ കുത്തകകൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. There's corruption at every step. The big corporates, if they look at the last 10 years, will say they've done very well, but the public cannot say that. ഇവിടെ നോക്കൂ, ഏത് മേഖലയിൽ നോക്കിയാലും അഴിമതിയാണ്. ഈ രാജ്യത്തെ വലിയ കുത്തകകളോട് ചോദിച്ചാൽ അവർ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്നു. പക്ഷേ സാധാരണക്കാരുടെ മനുഷ്യരോട് നോക്കിയാൽ അവർക്കൊന്നും ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. And in the last few years, you can see they have an understanding. BJP and LDF have a quiet understanding. It's very clear. Anyone who understands politics can see it clearly. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയം അറിയാവുന്നവരെല്ലാവരും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, LDFും BJPയും തമ്മിൽ ഒരു ധാരണയുടെ പുറത്താണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. You know, Rahul ji has so many cases against him. ED, income tax, this, that, criminal cases here in every different state. All of us who speak against the BJP, all of us who stand for what we believe is right, and all of us who are fighting for the truth, everybody has cases from all the agencies. But Chief Minister of Kerala doesn't have any case. Not one case against him put by the central government. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രാജ്യത്ത് മുഴുവനും ഒട്ടേറെ കേസുകളുണ്ട്. അദ്ദേഹത്തിനെതിരെ പല ക്രിമിനൽ കേസുകൾ വരെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ED, ഇൻകം ടാക്സ്, അതുപോലെ എല്ലാ കേന്ദ്ര ഏജൻസികളും അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയനെതിരെ ഒരൊറ്റ കേസ് പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ ഒരു കേസ് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. There is a big robbery in Sabarimala, no case. ശബരിമലയിൽ വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടന്നു, പക്ഷേ ഒരു കേസും ഇല്ല. And just see, who does the LDF have this understanding with? With the BJP? Look at the persecution of minorities that the BJP has done. നിങ്ങൾ നോക്കൂ, ആരോടൊപ്പമാണ് ഇവർ ഈ ധാരണ ഉണ്ടാക്കുന്നത്? ഈ BJPയോടൊപ്പമാണ്. നമ്മുടെ ന്യൂനപക്ഷ സമൂഹത്തെ ഈ BJP എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. I worked for so many years with Mother Teresa's sisters, and I worked in different homes of theirs. And when I visit them today, they tell me how much they are harassed by the agencies. How 3-4 in the morning they will come and they'll raid their homes, they'll go into the sisters' parlors. നമുക്ക് ഞാൻ ഒട്ടേറെ മദർ തെരേസയുടെ ഉൾപ്പെടെയുള്ള അഭയകേന്ദ്രങ്ങളിൽ അവരുടെ മിഷനറിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടേറെ അവരുടെ ഭവനങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇന്ന് അവർ പറയുന്നു, ഇന്ന് പുലർച്ചെ 3 മണിയും 4 മണിയെല്ലാം ആവുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ഇഴച്ചു ചെല്ലുകയാണ്, അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്, അവരെ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരെ ഹരാസ് ചെയ്യുകയാണ്. These are women who have left everything to serve people, to serve those who have less than them, to pick up people who have got worms in them, who are lying on the street, have nobody to look after them. These are sisters who look after orphan children. Just like so many, over here I see so many charities which are run by Islamic institutions which are doing tremendous work. ഇവരെല്ലാവരും പാവപ്പെട്ട ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നവരാണ്. വഴിയരികിൽ പുഴുവരിച്ചു വരെ കിടക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി അവരെ പരിപാലിക്കുന്നവർ, അതുപോലെ തന്നെ ഒട്ടേറെ മനുഷ്യരെ
അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നവർ. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സംഘടനകൾ. ആ മുസ്ലിം സംഘടനകളും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിൽ നടത്തുന്നവരാണ്. And now they are being attacked daily by organizations and by the policies of the BJP. ഇന്ന് അവരെ ദിവസേന എന്നോണം ഈ BJPയുടെ സർക്കാരിൻ്റെ സംഘടനകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവരുടെ നയങ്ങളും കൊണ്ട് അവരെ ആക്രമിക്കുകയാണ്. The most beautiful thing I have seen here in Wayanad is how you all, no matter which religion you belong to, you live as one community, one family. ഞാൻ ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടെ കണ്ടിട്ടുള്ളത്, ഏത് മതത്തിൽപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ കാര്യം. When I say Wayanad, I mean Wayanad Lok Sabha. ഞാൻ വയനാട് എന്ന് പറയുമ്പോൾ വയനാട് ലോക്സഭ മുഴുവനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Meaning including Nilambur. നിലമ്പൂർ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. So I have seen this with my own eyes. I have experienced the spirit of Kerala, which is the spirit on which our country was made. The spirit of democracy, the spirit of free expression, of saying, of fighting for your rights, of protesting, of asking, of demanding, all of which under the LDF government and under the government at the center as well have been stifled. ഞാൻ സംസാരിക്കുന്നത് ഞാൻ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഇത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂല്യങ്ങളെ തന്നെ അടിസ്ഥാനം ആണ് കേരളത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ നിർഭയം, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് അവകാശപ്പെട്ടത് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമെല്ലാം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ന് ഇത് കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ കീഴിലും അതെല്ലാം ഇന്ന് ഭീഷണിയിലാണ്. How many months my Asha and Anganwadi sisters protested? 24 hours, 7 days a week they have to be available. If the phone rings at 2 o'clock in the morning, they have to get up and go and help. How many months they protested, but the LDF government didn't listen to them. Only before the election, suddenly, they decided to listen to them and talk to them. നമ്മുടെ അംഗനവാടി ആശാ വർക്കർമാർ എത്ര നാളുകളാണ് അവർ പ്രതിഷേധിച്ചത്. അവർ ഈ സർക്കാരിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും അവർ സ്വീകരിച്ചു. ഏത് സമയവും അവർക്ക് പ്രവർത്തനത്തിൽ ലഭ്യമാവേണ്ട ഒരാളാണ്. 24 മണിക്കൂർ ഒരു ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസവും, ഒരു വർഷം മുഴുവനും രാത്രി 2 മണിക്ക് അവർക്ക് ഒരു കോൾ വന്നാൽ, ഒരു ഫോൺ കോൾ വന്നാൽ അവരപ്പോൾ പ്രവർത്തനത്തിന് പോകണം. അത്രമാത്രം വലിയ കഠിന പ്രയത്നം ചെയ്യുന്നവരുടെ കഷ്ടതകൾ ഈ സർക്കാർ ചെവിക്കൊണ്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നതിന് തൊട്ട് മുൻപാണ് അവരെക്കുറിച്ച് ഈ സർക്കാർ ഓർത്തത്. Both the central government and the state government, their policy is to run and to rule and to run things through fear. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ഒരു നയം എന്ന് പറയുന്നത് ഭരണത്തെ അവർ ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള നയത്തിലാണ് ഈ രണ്ടുപേരും ഇന്ന് പ്രവർത്തിക്കുന്നത്. And sisters and brothers, only one type of person and one type of leadership does that. The leadership of cowardice. A leader who cannot hear criticism. A leader who will not allow protest. A leader who will stifle expression. Who wants everybody to be uniform and quiet in front of him. Is not a leader. He's a coward. പ്രിയപ്പെട്ടവരെ, അത് ഒരു നേതാവ് മാത്രമാണ് അത്തരത്തിലുള്ള ഇത് ചെയ്യാൻ കഴിയുക. അത് ഏത് തരത്തിലുള്ള നേതാക്കന്മാരാണ്? ഭീരുക്കളായ നേതാവിന് മാത്രമേ അത്തരത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക, എല്ലാവരെയും ഒരേ ഒരു ഇതിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളെ ഇല്ലാതെയാക്കുക. ഇത് ചെയ്യുന്നത് ഭീരുത്വമായ ഒരു നേതൃത്വത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. And where have we seen greater cowardice than in the Prime Minister's reaction to the war in the Middle East? നമ്മൾ എവിടെയാണ് ആ ഭീരുത്വം ഏറ്റവും അധികം ഇന്ന് കാണുന്നത്? ഇന്ന് മധ്യപൂർവേഷ്യ രംഗത്ത് നടക്കുന്ന ഇന്നത്തെ യുദ്ധം നടക്കുമ്പോഴാണ് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഭീരുത്വം നമ്മൾ ഇന്ന് ഏറ്റവും അധികം കാണുന്നത്. Lakhs of our brothers and sisters are stuck there. Our sons and daughters are stuck there. There's no plan. No plan for their safety, no plan for their security. Instead, our Prime Minister goes 2 days before that, before the war breaks out, and he goes and bows down before America, bows down before Israel.
നമ്മുടെ ഇപ്പോൾ മധ്യപൂർവേഷ്യൻ രംഗത്ത് നടക്കുന്ന ഈ സംഘർഷം നമ്മുടെ എത്രമാത്രം മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ യുദ്ധത്തിനിടയിൽ ഇന്ന് പെട്ടുകിടക്കുന്നത്. നമ്മുടെ സർക്കാരിന് അവർക്ക് സുരക്ഷ നൽകാൻ, അവരെ ഒന്ന് സഹായിക്കാൻ നമ്മുടെ സർക്കാരിന് യാതൊരു നയവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിലായിരുന്നു. അദ്ദേഹം ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നമ്രശിരസ്കനായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് മുമ്പിൽ നമ്രശിരസ്കനായി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുകയാണ്. He is so scared of them, he cannot stand up for his own country. He makes a deal with the Americans in which we have to buy 9 lakh crore of their goods, in which our farmers like the people here in Nilambur who are trying to make a living and not being able to, have to compete with their big mechanized farms. അവർ നോക്കൂ, ആ ഭീരുത്വം എന്താണെന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ ഭീരുത്വം കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാവുന്നത്. ആ ഭീരുത്വത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാക്കിയത്. നമ്മുടെ നിലമ്പൂരിലെ പോലെ പാവപ്പെട്ട കർഷകർ, ആ കർഷകർ ഇന്ന് വ്യാപാര കരാറിലൂടെ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് അമേരിക്ക പോലെയുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു രാജ്യത്തെ കർഷകരോടാണ്. നമ്മൾക്ക് 9 ലക്ഷം കോടിയുടെ അമേരിക്കൻ ഉൽപ്പന്നം വാങ്ങാൻ ഈ വ്യാപാര കരാറിലൂടെ നമ്മൾ നിർബന്ധിതമായിരിക്കുകയാണ്. He has signed away our energy security. Our whole future is now dependent on what America wants. They tell us when to buy oil, where to buy oil, from whom to buy oil. നമ്മുടെ ഊർജ സുരക്ഷ ഇന്ന് കീഴടക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുന്നു. ഇന്ന് അമേരിക്കയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഓയിൽ, എണ്ണ എവിടെ നിന്ന് മേടിക്കണം, എത്ര മേടിക്കണം, എപ്പോൾ മേടിക്കണമെന്ന് നമ്മളോട് ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. Why? എന്തുകൊണ്ട്? Because he is compromised. Because our prime minister is compromised. Because his name was coming in the Epstein files. Because his friend Adani has cases against him in America. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അദാനിക്ക് അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. So on one side we have our prime minister on his knees before America, and on the other side we have the chief minister of Kerala on his knees before our prime minister, because he's compromised because of the corruption that he has been doing. അതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, അമേരിക്കയുടെ മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. പക്ഷേ അതേസമയം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടിലിഴയുന്ന സാഹചര്യമാണ് ഉള്ളത്. കേന്ദ്രവും കേരളവും കുറെ കാലമായി ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടുപേരും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാതെ കുത്തകകളെ സംരക്ഷിക്കുകയാണ്. BJPയെയും മോഡിയെയും വിമർശിച്ചതിന്റെ പേരിൽ തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്തെല്ലായിടത്തും കേസെടുക്കുകയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് പോലുമില്ല. ഇത് ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതാണ്. 2 വർഷത്തോളമായി ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട്ടിലെ ആദിവാസികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി നിരവധി കത്തുകൾ എഴുതുകയും നിരന്തരം ഇടപെടൽ നടത്തുകയും ചെയ്തു. എന്നാൽ കേന്ദ്രവും കേരളവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഗൗരവമായി കാണുന്നില്ല. കേന്ദ്ര സർക്കാരിന് നൽകുന്ന കത്തുകൾക്ക് മറുപടി പോലും ലഭിക്കുന്നില്ല. 10 വർഷം കേരളത്തെ പിന്നോട്ട് നയിച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം. സാധാരണക്കാരെ മനസ്സിലാകുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. UDF അധികാരമേറ്റാലുടൻ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 5 ഗ്യാരണ്ടികളും വിശദമാക്കി. നിലമ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെയും വണ്ടൂർ മണ്ഡലത്തിലെ AP അനിൽകുമാറിന്റെയും കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇരുവർക്കും വോട്ട് അഭ്യർത്ഥിച്ചു. 48 മിനിറ്റ് നീണ്ട പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷവും റബ്ബർ കർഷകരുടെയും ആദിവാസികളുടെയും മലയോര ജനതയുടെയും അടക്കം വിവിധ വിഷയങ്ങൾ പ്രതിപാദിച്ചു. അമേരിക്കയുമായി ഉണ്ടായിരുന്ന കരാറിൽ രാജ്യതാൽപര്യം അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചതിനെതിരെ രൂക്ഷമായി വിമർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം രാജു നായർ പരിഭാഷപ്പെടുത്തി. യോഗത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൌക്കത്ത്, AP അനിൽകുമാർ, UDF കൺവീനർ NA കരീം, VA കരീം, പാനായി ജേക്കബ്, ബാബു തോപ്പിൽ, പാലോളി മെഹബൂബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി P തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, ജസ്മൽ പുതിയറ, കൊമ്പൻ ഷംസുദ്ദീൻ, നാസർ കാങ്കട, K രാധാകൃഷ്ണൻ, മച്ചിങ്ങൽ കുഞ്ഞു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കത്തിന് സ്വർണത്തിന്റെ ശോഭയിൽ ഏപ്രിൽ 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. മനോഹരമായി നിർമ്മിച്ച വിവാഹാഭരണങ്ങൾ,
പാരമ്പര്യത്തിന്റെ പവിത്രതയോടൊപ്പം ആധുനിക രൂപകൽപ്പനയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന പ്രത്യേക ഡിസൈനുകൾ. നിങ്ങളുടെ സുവർണ നിമിഷത്തിന് തിളക്കം പകരുന്ന വൈവിധ്യമാർന്ന കളക്ഷൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വപ്ന ദിനത്തിനായുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. Charitra Vivag Bridal Collections by Shobhika Weddings.